മൈ ട്രാവൽ മൈ ടേസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. പുഞ്ചക്കരിയിലേക്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല, അവിടുത്തെ വയലോലകളും ആ പ്രകൃതി ഭംഗിയും ജീവജാലങ്ങളും കണ്ടൊരു യാത്ര. പഴയ തലമുറയ്ക്കും എന്നും കാണുന്നവർക്കും ഇതൊക്കെ ഒരു കാഴ്ചയല്ലെങ്കിലും നഗരത്തിലെ കാഴ്ചകൾ മാത്രം കാണുന്നവർക്ക് ഇതെല്ലാം ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയായിരിക്കും, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. പുഞ്ചക്കരി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യം ഓർമ്മ വരുന്നത് ഇവിടുത്തെ പുഞ്ചക്കരി ഷാപ്പും അവിടുത്തെ ഭക്ഷണവും തന്നെയാണ്. ഇവിടെ ഹട്ടുകളെ വേർതിരിച്ചിട്ടുള്ളതുകൊണ്ട് ആദ്യം ഇവിടെയാണ് ഇരുന്നെങ്കിലും പിന്നെ അവർക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് വരാൻ കുറച്ചുകൂടെ സൗകര്യപ്രദമായി അകത്താണ് ഇരുന്നത്. അതുമാത്രമല്ല, ഹട്ടിൽ സാധാരണ ആഹാരം ഹാഫാണ് വിളമ്പതെന്നും ഹട്ടിന് പുറത്താണെങ്കിൽ ആഹാരം ക്വാർട്ടറായി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അകത്തുള്ള ഹാളിൽ ഇരിക്കാൻ തീരുമാനിച്ചത്. പ്രധാന ഹാളിന് എതിർവശത്താണ് നമ്മൾ ഇരുന്നത്. 2 മേശയുള്ള ഒരു ഹാൾ. അവിടെയും ഇരിക്കാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഫ്രൈ ചെയ്യാനുള്ള മീനുകളൊക്കെ വില അറിഞ്ഞ് വലിപ്പം അറിഞ്ഞ് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് തിരഞ്ഞെടുക്കാം. കുടിക്കാൻ മിനറൽ ബോട്ടിലെ വെള്ളമല്ലാതെ വേറെ വെള്ളമില്ലാത്ത ഒരു ശരിയായ നടപടിക്രമമായി തോന്നിയില്ല. ഇത് മാത്രമേ കുറ്റം പറയാനുള്ളൂ. അല്ലാതെ നമ്മളെ സംബന്ധിച്ച് എല്ലാം വളരെ നല്ല അനുഭവം തന്നെയായിരുന്നു. നേരിട്ടാണ് മീൻ പോയി മേടിക്കുന്നത്. അതും ചൂണ്ടയിൽ പിടിച്ച മീനുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 10 വരെയാണ് ഇവിടെ പ്രവർത്തന സമയം. നമ്മൾ ഊണും മരിച്ചിനിയും നെയ്മീൻ തലക്കറിയും താറാവും പോത്തും പന്നിയും പിന്നെ ഒരു ബോട്ടിൽ വെള്ളമാണ് വാങ്ങിയത്. എല്ലാം ഒരു പെരട്ട് റോസ്റ്റ് രീതിയിലുള്ളതായിരുന്നു. ഇത്രയും നല്ല പന്നി ഇറച്ചി അപൂർവം എന്ന് തന്നെ പറയേണ്ടി വരും. അതിലെ ഓരോ അണുവും അതിലെ ഓരോ അരപ്പും നുണഞ്ഞിറക്കി കഴിച്ചു. അതുപോലെ താറാവ് ഇഷ്ടപ്പെടുന്ന ഉറപ്പായും ഇവിടെ വന്ന് കഴിക്കാൻ വിട്ടുവരുത്. എല്ലാം കൂടി വയറ് നിറഞ്ഞു പോകുമെന്ന് സംശയിച്ച് പോത്ത് കുറച്ചൊന്ന് മടിച്ചാണ് വാങ്ങിയത്. പക്ഷെ ഇത് കഴിക്കാതെ പോയെങ്കിൽ ഒരു നഷ്ടമായി പോയേനെ, അത്രയ്ക്ക് കിടു. പുട്ടിന് പീര പോലെ നെയ്മീൻ്റെ ചാറും തട്ടി ആ നെയ്മീൻ തലയിലെ കഷ്ണങ്ങളും ചേർത്ത് കഴിക്കുമ്പോഴുള്ള രുചി ശരിക്കും രുചിയുടെ സ്വർഗം കണ്ടു എന്ന് തന്നെ പറയാം. കടുകിട്ട് വറുത്ത മരിച്ചിനിയുടെ രുചി സൂപ്പർ. അത് യഥേഷ്ടം ചോറിലും മീനിലും പോത്തിലും പന്നിയിലും താറാവിലും എല്ലാം വരവി നമ്മളങ്ങനെ കഴിച്ചു. ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കുഴഞ്ഞു പോവും. ഓരോന്നും ഒന്നിനൊന്ന് മികച്ചു നിന്നു. ഒന്നിനും ഒരു കുറ്റവും പറയാനില്ല. നമ്മളെ സംബന്ധിച്ച് 100% ഹൃദയത്തെ തട്ടി കഴിച്ച ഭക്ഷണം എന്ന് തന്നെ പറയാം. പുതിയ വർഷം ആദ്യ ദിവസം തന്നെ ഹൃദയം നിറച്ച് മനസ്സ് നിറഞ്ഞു കഴിച്ച അത്യുഗ്രൻ ആഹാരം. ശ്രീലാൽ 2002 പുഞ്ചക്കരി ഷാപ്പ് എന്ന പേരിൽ ഈ ഭക്ഷണം തുടങ്ങിയത്. പ്രധാനമായി 2 ഹാളുകൾ അല്ലാതെ വേറെയും മുറികൾ പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. കള്ളുഷാപ്പിലേക്കുള്ളത് ഉൾപ്പെടെ ഭക്ഷണമെല്ലാം ഇവിടെയാണ് തയ്യാറാക്കുന്നത്. 200 പരം ആളുകൾക്ക് ഒരേ സമയം ഇവിടെ ഇരിക്കാം. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളില്ല. നമ്മൾ ഇരുന്നതിൻ്റെ ഹാളിന് എതിർവശത്തുള്ള വലിയ ഹാളാണിത്. മുൻപ് ഇവിടെ കണ്ടുള്ള പരിചയവും നമ്മളോടുള്ള സൗഹാർദ്ദപൂർവ്വമായുള്ള നല്ല പെരുമാറ്റവും വെച്ച് ലാൽച്ചേട്ടൻ ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി
രണ്ടാമതായി പുഞ്ചക്കരി പാലത്തിന് അടുത്തായി തുടങ്ങിയ കള്ളുഷാപ്പിലേക്കും പോയി. മുൻകൂട്ടി വിളിച്ചു പറഞ്ഞുള്ള വരവൊന്നും ആയിരുന്നില്ല. ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു പോയാണ്. ചേട്ടൻ നേരത്തെ പോയതായി അറിഞ്ഞു. ഇതാ ഈ പാലത്തിന് നേരെയുള്ള വഴി ആ വാനൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കൂടി പോകുമ്പോഴാണ് ഭക്ഷണം മാത്രമുള്ള സ്ഥലത്ത് നമ്മൾ പോകുന്നത്. പാലത്തിന് എതിർവശത്തെ കള്ളുഷാപ്പും കാണാം. നല്ല ഭക്ഷണം കൂടി കിട്ടുന്ന നല്ലൊരു രുചിയിടം കൂടിയാണിത്. നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ച സ്ഥലത്ത് നിന്നാണ് ആഹാരം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കുടുംബമായി വന്നാലും സ്വകാര്യതയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ ഓലയിൽ തീർത്ത മനോഹരമായ ഹട്ടുകൾ കാണാൻ കഴിഞ്ഞു. വാഹനം അകത്ത് മാത്രമല്ല പുറത്തും പാർക്ക് ചെയ്യാൻ വിശാലമായ സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴി കിരീടം പാലം കണ്ടപ്പോൾ അവിടെയും ഒന്നിറങ്ങി. അപ്പോൾ നല്ലൊരു ഭക്ഷണത്തിനും കാഴ്ചകൾക്കും പുഞ്ചക്കരിയിലെ പുഞ്ചക്കരി എന്ന ഭക്ഷണയിടം സന്ദർശിക്കാൻ മറക്കണ്ട.